ഇന്ന് നമ്മള് മാരുതിയില് നെക്സ ഷോറൂമിലാണ് വന്നത്, മരത്താവരുള്ളത്. അപ്പോ ഇവിടെ ഡിസംബർ മാസം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവര് അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ എത്തിയപ്പോ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്, നൈറ്റ് ആയി. എന്നാലും നമുക്ക് ഇവിടെ കയറിയിട്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ഒരിടത്ത് ചോദിക്കാം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നിലവിൽ ഇവിടെ ജിമിനി ഉണ്ട്, ഗ്രാൻഡ് വിറ്റാരി ഉണ്ട്, ബെലേനോ, ഇഗ്നിസ്, ഇൻവിക്ടോ, ഫ്രോങ്സ്. ഇപ്പോ ഇതിന്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം എന്നിട്ട്. അപ്പോ ജിമിനിയുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രോബ്ലം ചേട്ടാ പേര് അക്ഷയ്. ഓക്കെ, ചേട്ടോടെ എത്ര നാളായി? ഇപ്പൊ 2 വർഷമായി. നമുക്കിപ്പോ ജിമിനിയുടെ ഓഫേഴ്സും കാര്യങ്ങളാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഓൺ റോഡ് ഇത് മാനുവലി, ഇത് മാനുവലാണ് നമുക്ക് വരുന്നത്. ഇതിന്റെ ആൽഫ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് ഇത് വരുന്നത്. ഇതിൽ നമുക്ക് ഇതിൽ ഹെഡ് ലൈം വാഷർ, മെയിൻ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഹെഡ് ലൈം വാഷർ, അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ എ സി, ആർക്കമിസിന്റെ പ്രോ പ്ലസ് അതിൽ സ്റ്റീരിയോ വരുന്നുണ്ട്, അതിന്റെ സറൗണ്ടിങ്സും വരുന്നുണ്ട്. ഇതിൽ ആൽഫ അല്ലെങ്കിൽ സീറ്റ വേരിയൻസ് അതിൽ നമുക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻഫോർടൈൻമെന്റിൽ നമുക്ക് ആർക്കമിസിന്റെ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള സീരിയാണ് നമുക്ക് സീറ്റിൽ വരാം. പ്രോ പ്ലസ് ആണ് നമുക്ക് ഇതിൽ വരാം. അതിന്റെ സറൗണ്ടിങ്സും സപ്പോർട്ടഡ് ബൈ ആർക്കമിസിന്റെ സറൗണ്ടിങ്സും നമുക്ക് ഇതിലുണ്ടായിരിക്കും. ഇതിന്റെ സൈസിലോ ടോപ്പ് എൻഡിലും നമുക്ക് ഇതിന്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല, സെയിം ആണ്. നമുക്ക് ഇതിന്റെ സ്പെക്കുകൾ, അതായത് ഹെഡ് ലൈം വാഷർ, അതുപോലെ തന്നെ ഓട്ടോ എ സി, അതുപോലെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ്, ഹാലജന്റെ, അതായത് LED പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ് ഇതിൽ വരിക. അതിൽ ഹാലജൻ പ്രൊജക്റ്റഡ് ആണ് വരിക. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ എലോയ്സ് മെയിൻ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഫീച്ചറാണ് എലോയ് വരുന്നത്. അതിൽ എലോയ് അല്ല, ഡ്രം ടൈപ്പ് ആണ് വരിക. പക്ഷെ അതിന്റെ കുറച്ചുകൂടി നല്ല മോഡലാണ് അതിന്റെ ഇത് വരുന്നത്. പിന്നെ എലോയ് നമുക്ക് ഫുൾ ഓപ്ഷനിലാണ് വരിക. ഇതിന് നമുക്ക് ഫുൾ ഓപ്ഷന്റെ റേറ്റ് വരുന്നത് നമുക്ക് ആൽഫയ്ക്കാണെന്ന് വെച്ച് സീറ്റൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 12.74 ആണ് വരുന്നത് എക്സ് ഷോറൂം പ്രൈസ്. അതിൽ നമുക്ക് 2 lakhs ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് അതിൽ 10.74 നമുക്ക് അത് ചെയ്യാൻ പറ്റും. എക്സ് ഷോറൂം പ്രൈസിലാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. ഇത് നമുക്ക് തണ്ടർ എഡിഷൻ കിറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു 25,000 വെറുത്തുള്ള ആക്സറീസ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ സൈഡിലത്തെ ബീഡിങ്സ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് പാർട്സ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മുടെ അതിന്റെ ടയറിൽ ഒരു കവറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ആക്സറീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വെറുത്തൊരു 25,000 ഉണ്ട്. അത് നമുക്ക് ഈ 2 lakhs ഡിസ്കൗണ്ട് കൂടാണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ആഡ് ഓൺ ആയിട്ട് അതും കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ അതും കൂടി ചെയ്യാൻ പറ്റും. ഇതിനിപ്പോ വെയിറ്റിംഗ് പീരീഡ് ചില ഇപ്പോൾ നമ്മുടെ കളറൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് വേരിയന്റ് കളർ കാര്യങ്ങളൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റോക്കുള്ള വെഹിക്കിൾ ആണെങ്കിൽ വിത്തിൻ 7 days നമുക്കത് ഡെലിവറി ചെയ്യാവുന്നതാണ്. 7 ദിവസത്തിനുള്ളിൽ. അതെ. അപ്പോൾ ഒരു നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് നമുക്കൊരു കേസ് ടു കേസ് ആണ്. ഏറ്റവും ലെവലിൽ ഓൺ റോഡിന്റെ 90% വരെ നമുക്ക്, ചില കേസിൽ നമുക്ക് ഓൺ റോഡിന്റെ 100% വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അത് കേസ് ടു കേസ് ആണ്. ഈ പ്രൊഫൈൽ ഒരു കേസ് ടു കേസ് വെച്ചിട്ടാണ് ഓരോ ഇൻഡിവിജ്വലിന്റെ സിബിൽ സ്കോറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഒരു ഫണ്ടിങ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും മിനിമം ഓൺ റോഡിന്റെ 95 അല്ലെങ്കിൽ 100 ആ റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും. EMI നമുക്ക് പെർ ലാക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1650 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 7 year ആണെങ്കിൽ 1650 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 5 year ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2080 ആ റേഞ്ചിൽ നമുക്ക് പെർ ലാക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജിമിനിയുടെ ഓഫേഴ്സും കാര്യങ്ങളും. അപ്പോൾ ജിമിനി ടോപ്പ് എൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കയറി ഇരിക്കുന്നതാണ്. കുഴപ്പമില്ല, എന്നെ അപേക്ഷിച്ച് ഞാൻ ഓക്കെയാണ്. നമുക്ക് ബാക്ക് സീറ്റിൽ നോക്കാൻ. അപ്പോൾ ജിമിനിയുടെ ബാക്ക് സീറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കുന്നതാണ്. അപ്പോൾ കയറാനൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ ഇത് ഞാൻ എൻ്റെ കംഫർട്ടിനാണ് ഞാൻ ഫ്രണ്ടിലത്തെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ലെഗ് റൂം കുറവാണ്, മുട്ടതേ ഒരു വിരലിൻ്റെ കപ്പ് പോലും ഇല്ല. പിന്നെ പോലെ ഇത്തിരി സൈസുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ ഇത്തിരി കൺജസ്റ്റഡ് ആവും. അതേപോലെ ബാക്കിൽ 2 പേരും കംഫർട്ട് ഉണ്ടാവുള്ളൂ. 3ാമത്തെ ആൾക്കാർക്ക് ഇത്തിരി കുറവായിരിക്കും. ഇത് മിഡ് സൈസ് ഒക്കെ ആണെന്ന് വെച്ചാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. Your smile keeps playing, you're miles away, yeah. I would go overseas just like that. Don't overthink it, why can't
ഗ്രാൻഡ് വിറ്റാരയുടെ ഓഫേഴ്സും അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ. ഓക്കെ. ഇതിൽ നമുക്ക് മെയിനായിട്ട് ഫീച്ചറുകൾ, അതായത് വേരിയൻറ്റ് സ്പ്ലിറ്റപ്പ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഓട്ടോമാറ്റിക്, മാനുവൽ, ECVT ഇങ്ങനെ 3 ട്രാൻസ്മിഷനാണ് വരുന്നത്. അതിൽ നമുക്ക് മാനുവലിൽ സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ എന്ന് പറഞ്ഞിട്ട് 4 വേരിയൻറ്റും, പിന്നെ ആൽഫയിൽ ഇതിന്റെ ഡ്യുവൽ ടോൺ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ, സീറ്റ, ആൽഫ എന്ന് പറഞ്ഞിട്ട് 3 വേരിയൻറ്റും അതിന്റെ തന്നെ ഒരു ഡ്യുവൽ ടോണും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ECVT എടുക്കാമെന്ന് വിചാരിക്കുക. ഇന്റലിജന്റ് ECVT ആണ്. അതിൽ സീറ്റ പ്ലസ്, ആൽഫ പ്ലസ് അങ്ങനെ 2 വേരിയൻ്റാണ് വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ പ്ലസിൽ മാത്രം നമുക്കൊരു പ്രത്യേകതയുണ്ട്, ഇത് ഈ 2 വണ്ടിയിലും ഇല്ലാത്തത്. അതായത് നമുക്ക് 40 km/h സ്പീഡ് വരെ വണ്ടി പോവുക EVയിലും. ബാക്കി അതിൻ്റെ 40 എബോ വരുന്ന ആ ഒരു ടൈമിൽ മാത്രം അത് ഓട്ടോമാറ്റിക്കലി ആ EVയിൽ നിന്നും സ്വിച്ച് ആവും. നമ്മുടെ തന്നത്തെ അത് സ്വിച്ച് ആവും. അതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനത്തെ റോഡുകളിലാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുക. ഹൈവേ അങ്ങനത്തെ റോഡുകളിലല്ല, നമുക്ക് ചെറിയ ചെറിയ വഴികളിൽ, അതായത് നമ്മുടെ നാടും നാട്ടുമ്പുറം അങ്ങനത്തെ സ്ഥലങ്ങൾ. അതായത് ഈ വണ്ടി ഗ്രാജുവലി ഇവിടെ നമുക്ക് ഒരു ഇന്ത്യൻ റോഡ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40, 50, 60 ആ റേഞ്ചിലാണ് നമുക്ക് പോകാൻ പറ്റുക. അതിൽ മെജോറിറ്റി നമ്മൾ പോവുക ഈ 20, 30, 60 ആ റേഞ്ചിൽ പോവുക. അതിൽ 40 km/h സ്പീഡ് വരെ നമ്മുടെ വണ്ടി പോണത് EVയിലാണ്. ബാക്കിയുള്ള റിമൈനിങ് ഉള്ള സമയം മാത്രമാണ് നമ്മൾ പെട്രോൾ പോകുന്നുള്ളൂ. അത് ഇനിയിപ്പോൾ ഇതൊന്നും പറ്റില്ല, നമുക്ക് പെട്രോൾ തന്നെ നമുക്ക്, അതായത് ആ ഒരു EVയിൽ പോകാൻ ഒരു കംഫർട്ട് ഇല്ല, പെട്രോൾ തന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 മോഡ് വരുന്നുണ്ട്. EV മോഡും വരുന്നുണ്ട്, പവർ മോഡും വരുന്നുണ്ട്. ആ പവർ മോഡ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ 40 km ഞാൻ പറഞ്ഞില്ല നേരത്തെ, ആ 40 km വരുന്ന ആ ഒരു EVയിലേക്ക് കൺവേർട്ട് ആവുന്നത് ഉണ്ടാവില്ലേ, ത്രൂ ഔട്ട് ഫുൾ പെട്രോൾ പോകും. ഇതിന്റെ മൈലേജ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത്. 27 km/l ആണ് ഇതിന്റെ മൈലേജ് വരുന്നത്. അത് ഈ EVയും പെട്രോളിനും കമ്പൈൻഡ് ആയിട്ടുള്ള റേഷ്യോയിലുള്ള ആ ഒരു ആവറേജ് ആണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്ക് 22 പോയിന്റ് ആണ്. നമുക്ക് ഇതിന്റെ സീറ്റ പ്ലസ് വരുന്നത് നമുക്ക് ഇതിൽ ബേസ് സിഗ്മ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13 lakhs ആണ്. അതിന്റെ ഫുൾ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് 20 lakhs വരും. അതുപോലെ സിഗ്മ ഓഫർ മറ്റേ എക്സ്ഷോറൂം ആണോ? ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓൺ റോഡ് പ്രൈസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാൻഡ് വിറ്റാരയുടെ ഓൺ റോഡ് പ്രൈസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതെ, ഇതിൽ സിഗ്മ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് മാനുവലിന്റെ സിഗ്മ എന്ന് പറഞ്ഞ വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13 lakhs എന്നാണ്. അതിന്റെ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് 14.66 വരും. അതിന്റെ സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് നമുക്ക് 16.83 വരും. അതുപോലെ തന്നെ നമുക്ക് ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് 18.94ഉം അതിന്റെ ഡ്യുവൽ ടോൺ നമുക്ക് 19.14ഉം. ഈ എല്ലാ വണ്ടിക്കും, അതായത് സിഗ്മ ഡെൽറ്റ വണ്ടികൾ ഒഴിച്ച് ബാക്കി സീറ്റ, ആൽഫ ഡ്യുവൽ ടോൺ ഈ 3 വണ്ടികൾക്കും നമുക്ക് 10,000 ഓഫർ നമുക്ക് ഈ ഡിസംബർ മാസത്തിൽ നമുക്ക് തരാൻ പറ്റുന്നതാണ്. ഈ ഓഫർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണോ അതോ ഇത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുന്നത്? പിന്നെ എക്സ്ചേഞ്ച് ബോണസ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഓഫർ, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡഡ് അല്ലാതെ വരാം. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ലാതെ നമുക്കിപ്പോൾ എക്സ്ചേഞ്ച് ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും എക്സ്ചേഞ്ച് ഓഫർ കൊടുക്കാൻ പറ്റില്ല. അത് കറക്റ്റായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ 15,000 അഡീഷണൽ ഉണ്ട് അല്ലെങ്കിൽ 10,000 അഡീഷണൽ ഉണ്ട് എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൊടുക്കുള്ളൂ. വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എക്സ്ചേഞ്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ ഓഫർ. പിന്നെ ഇത് നമുക്ക് ട്രൂ വാല്യൂ നമ്മുടെ ബാക്ക് ചെയ്യുന്നുണ്ട്. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ നമ്മളെ ബാക്ക് ചെയ്യുന്നുണ്ട്. അവർ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് വണ്ടികൾക്ക് ബെസ്റ്റ് റേറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് വാങ്ങാൻ വരുന്ന ഒരു കസ്റ്റമർക്ക് ഈ എക്സ്ചേഞ്ച് റേറ്റും പ്ലസ് ബോണസും കിട്ടുന്ന കാരണം ആ ഒരു മാർക്കറ്റ് റേറ്റ് കറക്റ്റായിട്ട് പോകും. പിന്നെ അതിൻ്റെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പേര് അങ്ങനത്തെ ഒരു ഇഷ്യൂസും ട്രൂ വാല്യൂ വഴി നമുക്ക് ആ ഒരു ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. പരമാവധി നമുക്ക് സ്മൂത്ത് ആയിരിക്കും. പിന്നെ നമുക്ക് സെയിൽ ആഫ്റ്റർ സർവീസ് എന്ന് പറയും, നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ ട്രൂ വാല്യൂ ത്രൂ ഒക്കെ ചെയ്യുകയാണെങ്കിലും പ്രോപ്പറായിട്ട് ഒരു ഡീലർഷിപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും അതിൻ്റെ സെയിൽ ആഫ്റ്റർ സർവീസും നമുക്ക് തന്നെ സർവീസ് സെൻറ്റർ അവൈലബിൾ ആണ്. നമുക്ക് അയ്യന്തോൾ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ അയ്യന്തോളിൽ നെക്സ്റ്റ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സർവീസ് സെൻറ്റർ ഉണ്ട്. അത് നമുക്ക് ചുങ്കം ഭാഗത്താണ് വരുന്നത്. നമുക്ക് അതിൻ്റെ അതായത് നെക്സ്റ്റ് വണ്ടികൾ മാത്രം സർവീസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫീച്ചറും കൂടി നമുക്ക് ഈ ആഡ് ഓൺ ചെയ്തത് പോപ്പുലറിന് മാത്രമുള്ളത്. നമുക്ക് ഇവിടെ ഈ നെക്സ്റ്റ് സർവീസ് സെൻറ്റർ ഉള്ളത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പോപ്പുലറിന് മാത്രമാണ്. ബാക്കി എല്ലാവരും രണ്ടും കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് ഇതിൻ്റെ സിഗ്മ ഡെൽറ്റ വേരിയൻസിനാണ് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് നമുക്കൊരു 2 to 4 months നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഈ സീറ്റ ആൽഫ വേരിയൻസിനൊക്കെ നമുക്ക് ഒരു 68 weeks 2 months ആ റേഞ്ചിൽ നമുക്ക് ഇതാക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉള്ള വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു
ഫുൾ പേയ്മെന്റ് ആയി കഴിഞ്ഞാൽ ഒരു 7 ഡേയ്സിനുള്ളിൽ നമുക്കത് ഡെലിവറി ചെയ്യാൻ പറ്റും. 7 ദിവസത്തിനുള്ളിലൊക്കെ കിട്ടാൻ ചാൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ മാക്സിമം പറയുന്നതാണ് 7 ഡേയ്സ് എന്ന് പറയുന്നത്. ഒരിക്കലും കസ്റ്റമർക്ക് 7 ഡേയ്സിന്റെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതിന്റെ പുറത്തേക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് വരിക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു അഡ്വാൻസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇത് ഒരു 3-4 ദിവസം കൊണ്ടുള്ള പ്രൊസീജിയറാണ്. എന്തെങ്കിലും ഒരു ഡിലേ വരുമ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ 7 ഡേയ്സ് പറയുന്നത്. നമുക്ക് അടുത്ത വണ്ടിക്ക് വിശേഷം നോക്കാം. ഓക്കെ, ഇത് ബലേനോ. അപ്പോൾ ഇതിന്റെ ഓഫേഴ്സും കാര്യങ്ങളും ഓൺ റോഡ് പ്രൈസ്. ഓക്കെ, നമുക്ക് ബലേനോ സാധാരണ രീതിയിൽ നമുക്ക് എല്ലാ മാസവും മാനുവലിന് ഒരു ഡിസ്കൗണ്ട്, ഓട്ടോമാറ്റിക്കിന് ഒരു ഡിസ്കൗണ്ട്, അങ്ങനെ ആയിരിക്കും കോമൺ ആയിട്ട് അങ്ങനെയാണ് ഉണ്ടാവാറ്. പക്ഷേ ഈ ക്രിസ്മസ് മാസത്തിൽ നമുക്ക് ഈ 2 വണ്ടിക്കും ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിലും നിങ്ങൾ മാനുവൽ എടുക്കുകയാണെങ്കിലും 25,000 സ്ട്രെയിറ്റ് അവേ നിങ്ങൾക്ക് ഡിസ്കൗണ്ട്സ് കിട്ടും, അവൈലബിൾ ആണ്. അത് എക്സ്ചേഞ്ച് ബോണസ് അല്ല, ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസ് ഇതൊന്നുമല്ല, കറക്റ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ്, അതായത് എക്സ് ഷോറൂം പ്രൈസ്, ഇൻഷുറൻസ്, റോഡ് ടാക്സ്, അതുപോലെ തന്നെ എല്ലാ പേപ്പർ വർക്കും കഴിച്ചിട്ട് ഒരു ഓൺ റോഡ് പ്രൈസിൻ്റെ അതിൽ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് അവേ 25,000 നമുക്ക് ഈ മാസം ഓഫറായിട്ട് കിട്ടും. ഡയറക്റ്റ് 25,000 ഓഫറാണ്. പിന്നെ ഈ വണ്ടിയിൽ ഈ ബലേനോയിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോക്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടി ഈ മാസം തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റും. മെയിൻലി ഈ മാസം ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ഓഫേഴ്സൊക്കെ ഈ മാസത്തെയാണ്, ക്രിസ്മസ് മാസത്തെ ഓഫറൊക്കെ ഈ ഒരു കറണ്ട് മന്ത് തന്നെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എല്ലാ ഓഫേഴ്സും ഈ ഇഗ്നിസ് ബലേനോ വണ്ടികൾക്കാണെങ്കിൽ നമുക്ക് ഈ മാസം തന്നെ സ്റ്റോക്കിലേക്ക് വണ്ടി നമുക്ക് ബുക്കിംഗ് എടുക്കാനും റീറ്റെയിൽ ചെയ്യാനും ഈ ഓഫേഴ്സൊക്കെ അവൈൽ ചെയ്യാനും നമുക്ക് പറ്റും. ഒരു സെക്കൻഡ് കേട്ടോ. രാവിലെ പഴയ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ മാരുതിയിൽ ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് ബോണസ് ഈ വണ്ടികൾ വന്നുള്ളത് 20,000 നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ വരുന്നത്. അത് നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം. മാരുതിയുടെ അല്ല, ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഏത് ബ്രാൻഡാണെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിന് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞത്, ഇതിന് നമുക്ക് അത്യാവശ്യം വണ്ടികൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കതും ഈ വണ്ടികളൊക്കെ മറ്റേ ഈ ബലേനോ ഉള്ള വണ്ടികളൊക്കെ നമുക്ക് അത്യാവശ്യം അവൈലബിൾ ആണ്. സ്റ്റോക്സ് ഒക്കെ ഇപ്പൊ തീർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അറിയാം, നമുക്ക് ഒരു 22-ാം തീയതി ശേഷം പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അതിനെക്കാട്ടും മുന്നേ ഇപ്പൊ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ആണുള്ളത്. ആ സ്റ്റോക്സ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഉള്ള സ്റ്റോക്ക് വേണ്ടിയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പോൾ ഈ ഓഫർ 31-ാം തീയതി വരെ അല്ലേ? ഡിസംബർ 31-ാം തീയതി നമുക്കത് 31-ാം തീയതി വരെയാണ്. നമുക്ക് അത്രയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടിയുടെ അവൈലബിലിറ്റി ഒരു ഇഷ്യൂ വരും. വണ്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഓഫറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളൊരു 20-ാം തീയതിക്ക് ശേഷം 20-ാം തീയതി 25-ാം തീയതിക്ക് ആ റേഞ്ചിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഇതാക്കാൻ പറ്റും. ഈ ബലേനോ ഇപ്പോ എത്ര കളറില് അവൈലബിൾ? ഇപ്പൊ നമുക്ക് 6 കളേഴ്സിൽ അവൈലബിൾ ആണ്. വൈറ്റ്, സിൽവർ, ഗ്രേ, ബ്ലൂ, റെഡ്, അങ്ങനെ 6 കളേഴ്സിൽ അവൈലബിൾ ആണ്. മറ്റേ ഒരു കളറും കൂടി ഉണ്ട്, നമുക്ക് ലക്സ് ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു കളറും കൂടി ഉണ്ട്. അത് ഒരു പ്രീമിയം കളറാണ്. അതാരും അങ്ങനെ പെട്ടത് ഇങ്ങനെ ഒരു വിസിബിലിറ്റി കുറച്ച് ആൾക്കാർ കണ്ടിട്ടുള്ള കുറവായിരിക്കും. അങ്ങനെ ഒരു കളറും കൂടി ഉണ്ട്. 5 കളർ പ്ലസ് ഒരു ലക്സ് ബീച്ച് എന്ന് പറഞ്ഞൊരു കളറും കൂടി ഉണ്ട്. അത് നല്ലൊരു കളറാണ്. അപ്പോൾ ഇതാണ് ബലേനോയുടെ ഓഫേഴ്സും കാര്യങ്ങളും. അടുത്തത് ഇഗ്നിസ്. അപ്പോൾ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ഓക്കെ. നമുക്ക് ഇഗ്നിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർബൻ SUV എന്നാണ് നമ്മൾ പറയുക. അതായത് വണ്ടി കോമ്പാക്റ്റ് ആണ്. ഈ ടൗൺ പർപ്പസ് ചെറിയ ചെറിയ വഴികളിലേക്ക് പോവുക, എല്ലാവരുടെ വീട്ടിലേക്കും നമുക്ക് വലിയൊരു വഴിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയ വഴി കൂടി നല്ല കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ഇഗ്നിസ് പറയുന്നത്. ഇതിന്റെ ഡയമെൻഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് ഇങ്ങനെ, ഇതിന്റെ സൈഡുകളൊക്കെ കുറച്ചുകൂടി ഇതാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് വെച്ച് നോക്കുമ്പോഴോ, ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ മറ്റേ SUV ചെറുതായിട്ടൊരു SUV സ്റ്റാൻസ് ഉള്ളതുകൊണ്ട് സാധാരണ ഒരു വണ്ടീനെക്കാട്ടും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിക്ക് ഉണ്ടായിരിക്കും. 15 ഇഞ്ച് കോമൺ ആയിട്ട് എല്ലാ വണ്ടിക്കുള്ള അതായത് ഈ ഡെൽറ്റ മീൻസ് ബേസ് മോഡൽ തൊട്ട് ഫുൾ ഓപ്ഷൻ തൊട്ടുള്ള എല്ലാ വണ്ടിക്കും നമുക്ക് 15 ഇഞ്ച് വരെ വരുന്നുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സിഗ്മയ്ക്ക് മാത്രമാണ് നമുക്ക് ഈ റൂഫ് റെയിലും, അതുപോലെ മുന്നത്തെ വണ്ടിക്ക് നമുക്ക് ഇതുണ്ടായിരുന്നില്ല. ഈ സിഗ്മ ഡെൽറ്റ വേരിയൻസിനൊക്കെ റൂഫ് റെയിലും സ്പോയിലർ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ അപ്ഡേഷൻ വന്നതിന് ശേഷം നമുക്ക് സിഗ്മയിൽ മാത്രമാണ് നമുക്ക് റൂഫ് റെയിൽ ഇല്ലാണ്ടിരിക്കുള്ളൂ. റൂഫ് റെയിലും അതുപോലെ തന്നെ സ്പോയിലർ ഇല്ലാണ്ടിരിക്കുള്ളൂ. ബാക്കി എല്ലാ വണ്ടിക്കും നമുക്ക് ഇതുണ്ടായിരിക്കും. പിന്നെ അതിന്റെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഞെട്ടാൻ തയ്യാറായിക്കോളൂ. 40,000 രൂപയാണ് ഈ വണ്ടിക്ക് നമുക്ക് ഓഫർ വരുന്നത്. ഇഗ്നിസിന് 40,000 ഓഫർ. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഓഫർ, എല്ലാവർക്കും കിട്ടുന്നത്. അത് കൂടാണ്ട് ഇനിയിപ്പോൾ നിങ്ങളൊരു ഗവൺമെന്റ് എംപ്ലോയി ആണോ, നിങ്ങൾക്ക് അതിന്റെ കോർപ്പറേറ്റ് ഉണ്ടായിരിക്കും. നിങ്ങളൊരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ, നിങ്ങൾക്ക് അതിന്റെ ഓഫർ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഗവൺമെന്റ് എംപ്ലോയി അപ്പം തന്നെ വേറെ എന്തെങ്കിലും, അതായത്
കുറച്ച് IT-ലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു 200-250 കമ്പനീസ് ഉണ്ട്. ആ ഇതിൽ കോർപ്പറേറ്റ് വരുന്ന വണ്ടി ഇതാണെങ്കിലും, അതായത് കോർപ്പറേറ്റ് ഓഫർ അവൈൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും, അതായത് കോർപ്പറേറ്റ് ഓഫർ അപ് ടു 7,000 ഇഫ്കോ ഷഗുൻ, അതായത് നമ്മുടെ സൊസൈറ്റി സാധാരണ സൊസൈറ്റികളിലും മെമ്പർഷിപ്പ് കാര്യങ്ങളുള്ള ആൾക്കാർക്ക് നമുക്ക് 4,100 2 സെഗ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഇഫ്കോ ഷഗുൻ എന്ന് പറഞ്ഞിട്ട്, അതിൽ ഇഫ്കോയിൽ പെടുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4,100, ഷഗുനിൽ പെടുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3,200. അത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലാരിഫൈ ചെയ്ത് അതിൻ്റെ സ്പ്ലിറ്റപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാണ്. അപ്പോൾ ഇഗ്നിസിന് നല്ലൊരു ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളും അറിയാൻ ഈ ബ്രോന്റെ നമ്പർ താഴത്ത് കൊടുക്കാം. അപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി നേരിട്ട്. അപ്പോൾ 20-ാം തീയതിക്ക് മുമ്പ് നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ വണ്ടിയുടെ അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ സ്റ്റോക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു വണ്ടി പർച്ചേസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ ഒരു വേറെ അതായത് ഇനി വണ്ടി സ്റ്റോക്കിന്റെ അവൈലബിലിറ്റി ഇല്ലാണ്ടിരിക്കുക, നിങ്ങൾ ഇഷ്ടമുള്ള കളർ എല്ലാവരും ഒരു വേരിയന്റ് കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ കളറാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറയണം നമുക്ക് ഇത്ര 40,000 ഓഫ് ഉണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കളറില്ല, എനിക്കിഷ്ടമുള്ള വേരിയന്റ് ഇല്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 20 ആ റേഞ്ചിൽ 20-25 ആ റേഞ്ചിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ നിന്നല്ലാണ്ട് ഓൾ കേരള നമുക്ക് ബ്രാഞ്ചുകളുണ്ട്. അതായത് പോപ്പുലറിന് നമുക്ക് കാലിക്കറ്റ്, കണ്ണൂർ, അതുപോലെ തന്നെ തൃശ്ശൂർ, ട്രിവാൻഡ്രം, അതുപോലെ തന്നെ എറണാകുളം, ഇത്ര സ്ഥലങ്ങളിൽ ഈ ആടുകൾ വരുന്നുണ്ട്. ഇവിടെ എവിടെ വണ്ടികളുണ്ടെങ്കിലും നമുക്ക് ഇത് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ആ സ്ഥലത്തായാലും നമുക്ക് ഡെലിവറി എടുക്കാം. ഡെലിവറി എല്ലാതും ഇവിടെ നിന്നാണ് നമുക്ക് തരാം. നമുക്ക് ഔട്ട് സ്റ്റേഷനിൽ നിന്നുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അവിടെ നിന്നുള്ള വണ്ടി എടുത്തിട്ട് പോലും ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ അതായത് കസ്റ്റമറെ കൺസേൺ ഉണ്ടെങ്കിൽ മാത്രം. ഇവിടെ നിന്നുള്ള സ്റ്റോക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള സ്റ്റോക്കാണ് തരാം. ഇനിയിപ്പോൾ ആ കളറിന് വേണ്ടി വേറെ സ്ഥലത്ത് നിന്ന് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം. അതാണ് ഇഗ്നിസിന്റെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ അതാണ് നെക്സയിലുള്ള ഓഫേഴ്സും കാര്യങ്ങളും. ഇൻവിക്ടോയ്ക്ക് ഓഫർ വന്നിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ ഓഫറിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷന് വേണ്ടി വിളിക്കണമെങ്കിൽ ഞാൻ ഇവിടുത്തെ ചേട്ടൻ്റെ നമ്പർ താഴെ ഇടാം. അപ്പോൾ ഇവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇതൊക്കെയാണ് വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.